അങ്ങനെ മനു അലീനയെ കൂട്ടിയിട്ട് അകത്തേക്ക് വരിക കേട്ടോ. അകത്തേക്ക് വന്നിട്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്ന് വിളിക്കുക കേട്ടോ. ആ മനു നീ വന്നോ? മുത്തശ്ശി എന്നല്ല സൗദാമിനി അമ്മ എന്നാണ് വിളിക്കുന്നത്. ആ മോനെ നീ വന്നോ എന്ന് ചോദിക്കുകയാണ്. ആ ഞാൻ വന്നു മുത്തശ്ശി. മുത്തശ്ശി നോക്കാനായിട്ട് ഞാനൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നല്ലോ, അവളെ എവിടെയെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, അത് മോനെ അവളെ ഇവിടെ എല്ലാവരും കൂടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട, അവളെ എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയട്ടോ. അവളെ എല്ലാവരും കൂടെ ഇവിടുന്ന് പറഞ്ഞയച്ചു മോനെ, പിരിച്ചു വിട്ടു. എന്താ കാരണമെന്ന് ചോദിക്കണം. നിന്റെ അനിയനാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത്. അവൻ കാരണമാണ് ആ കൊച്ചിന് ഇവിടെ നിന്ന് പോവേണ്ടി വന്നത്. ആ കൊച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ എന്ന് പറയാട്ടോ. അപ്പോൾ മുത്തശ്ശി ഒന്നും പറഞ്ഞില്ലേ, മുത്തശ്ശി എതിർത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? ഞാൻ പറയുന്നത് കേൾക്കോ ഇവിടെ ആരെങ്കിലും? നിന്റെ ആൻറ്റി ഞാൻ പറയുന്നത് ഒന്നും കേൾക്കില്ല. ആൻറ്റിയുടെ തീരുമാനമാണ് വലുത് എന്ന് പറയാട്ടോ. ആൻറ്റിക്ക് അല്ലെങ്കിലും ഇത്തിരി കൂടുതലാണെന്ന് മനു പറയണം. അതൊരു പാവം പെങ്കൊച്ചല്ലേ മുത്തശ്ശി, ഇതുപോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പെങ്കൊച്ചിനെ വേറെ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് ചോദിക്കുക കേട്ടോ മനു. ശരിയാ മോനെ നീ പറഞ്ഞത്, ഇങ്ങനെയും ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ വേറെ എവിടെന്നും കിട്ടില്ല. അവൾ പോയതോട് കൂടിയിട്ട് എൻ്റെ ജീവിതവും പോയി എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, വലിയ കഷ്ടമായി പോയി മുത്തശ്ശി. ആ ആൻറ്റിക്ക് എങ്ങനെ തോന്നുന്നു ഇത്ര ക്രൂരത കാണിക്കാനായിട്ട്? സത്യം എന്തെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ട്? എന്നെ ഇന്നലെ വിളിച്ച് അറിയിച്ചിരുന്നു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷേ ആൻറ്റി എന്തുകൊണ്ട് ഹരിയെ വിളിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനൊന്നും ശ്രമിച്ചില്ല എന്നൊക്കെ ചോദിക്കാട്ടോ. അവൾക്കല്ലെങ്കിലും അലീനയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഹരിയെ പറഞ്ഞയക്കാൻ പറ്റത്തില്ലല്ലോ, ഹരി നമ്മുടെ വീട്ടിലെ പയ്യനല്ലേ, അവനെന്തെങ്കിലും കുസൃതി കാണിക്കുന്നത് കൊണ്ട് അവനെ പറഞ്ഞയക്കാൻ പറ്റില്ലല്ലോ, ഇവളെയല്ലേ നമുക്ക് പറഞ്ഞയക്കാൻ പറ്റൂ എന്നാണ് നിൻ്റെ ആൻറ്റി പറഞ്ഞത് എന്ന് പറയട്ടോ. വലിയ കഷ്ടമുണ്ട് കേട്ടോ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ആൻറ്റി ചിന്തിക്കുന്നതിൽ. എങ്ങനെ മുത്തശ്ശിക്ക് ഇങ്ങനെ ഒരു മകളുണ്ടായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെന്നൊക്കെ പറയണം. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, തിരിച്ചു പോയി അലീനയെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാം, എന്നിട്ട് മുത്തശ്ശിയെ ഏൽപ്പിക്കാം. പക്ഷേ മുത്തശ്ശി അവളെ എങ്ങനെ സ്നേഹിക്കുന്നോ, എത്രത്തോളം നന്നായി നോക്കുന്നോ, അതേ സപ്പോർട്ട്, അതിൽ കൂടുതൽ സപ്പോർട്ട് മുത്തശ്ശി അവൾക്ക് കൊടുക്കണം ഇനി മുതൽ എന്ന് പറയട്ടോ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞതല്ലേ, മുത്തശ്ശിക്കൊന്ന് ഫോൺ ചെയ്തും കൂടി പറയായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, എൻ്റെ ഫോൺ നിൻ്റെ അമ്മ ആ കമല അവിടെ നിന്ന് എറിഞ്ഞു പൊട്ടിച്ചില്ലേ എന്ന് പറയട്ടോ. ഞാൻ ഇനി മുത്തശ്ശിക്കൊരു ഫോൺ വാങ്ങിച്ചു തരാം, എന്നെ അറിയിക്കണം. എന്തായാലും അലീനയെ ഞാൻ തിരിച്ച് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അലീനയെ വിളിച്ചുകൊണ്ട് വരാട്ടോ, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയണം. അലീനയെ കണ്ടതോട് കൂടിയിട്ട് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും എല്ലാം കൂടി വരും കേട്ടോ. അലീന മോളേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ ഇങ്ങനെ നിൽക്കണം, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി വാ എന്ന് പറയട്ടോ. അങ്ങനെ അലീന അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലട്ടോ. മോളെ ഞാൻ ഒരുപാട് വിഷമിച്ചു, മനു വന്നില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി, ഇനി എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത്, എങ്ങനെയാണ് നീ ഇവളെ തിരിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, വൈജ അതിന് സമ്മതിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളും എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ നിന്ന് തന്നെ ഞാനും തുടങ്ങി. കൊല്ലപ്പള്ളിയിലെ വീട്ടിൽ നിന്നല്ലേ തുടങ്ങിയത്, ഹരിയല്ലേ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത്. അപ്പോൾ അവനെ പിടിച്ച് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തപ്പോൾ എല്ലാതും അവൻ സമ്മതിച്ചു എന്ന് പറയട്ടോ. അവൻ്റെ തെറ്റുകളൊക്കെ അവൻ പറഞ്ഞു. പക്ഷെ ആദ്യമൊന്നും അവൻ സമ്മതിച്ചില്ല, പക്ഷേ രണ്ടെണ്ണം പൊട്ടിച്ചു മുത്തശ്ശി ഞാൻ അങ്ങോട്ട്. അപ്പോഴാണ് അവൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതെന്ന് പറയട്ടോ. അതേതായാലും നന്നായി മോനെ, അവനെ ഒരു വൃത്തികെട്ടവനാണ്, അവന് കുറച്ച് കൂട്ടുകെട്ടൊക്കെ വൃത്തികെട്ടതാണ്. ഇവിടെ രോഹിത്തിനെ കൂടി അവൻ മോശക്കാരനാക്കാൻ നോക്കുകയാണ്. എന്ത് ചെയ്യാം മുത്തശ്ശി, എൻ്റെ അനുജനായി പോയില്ലേ. ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട് അവനെ നന്നാക്കി എടുക്കാനായിട്ട്, എന്തെങ്കിലും കുഴപ്പങ്ങളിൽ പോയി ചാടാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ അലീന ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. താൻ ഇനി ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് പറയട്ടോ മനു. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അതേ മോളെ ഇനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ഈ കണ്ണ് നിറയാൻ പാടില്ല എന്ന് പറയണം മുത്തശ്ശിയും. അതുപോലെ മനു പറയുന്നുണ്ട്, ഈ കണ്ണിൽ ഇനി മഴവില്ല് വരാൻ പാടില്ല എന്ന് പറയട്ടോ. അതായത് സങ്കടത്തിൻ്റെ മഴവില്ല് വരാൻ പാടില്ല, സന്തോഷത്തിൻ്റെ മഴവില്ല് വരണമെന്ന് പറയട്ടോ. അപ്പോൾ ഇങ്ങനെ അലീന സംശയത്തോടു കൂടി ചോദിക്കുമ്പോൾ, ദേ കണ്ണിൽ ഈ കണ്ണുനീര് വരാൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത്, കണ്ണിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീര് വന്നോട്ടെ, പക്ഷേ സങ്കടത്തിൻ്റെ കണ്ണുനീര് വരാൻ പാടില്ല എന്ന് പറയട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, ദേ കണ്ണിൽ ഇപ്പോഴും മഴവില്ലുണ്ട് കേട്ടോ എന്ന് പറയണം. അപ്പോൾ കണ്ണുനീരിൽ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ കളേഴ്സ് ആയി കാണുമല്ലോ നമ്മളിങ്ങനെ വെള്ളത്തുള്ളിയിലൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടാണ് മനു കളിയാക്കുന്നത്. ദേ ഇപ്പോഴും മഴവില്ല് കാണുന്നതെന്ന് പറയുമ്പം അലീന ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്,
ദേ ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നത് ഇവൾ ഇന്ന് ഇവിടുന്ന് പോവുമായിട്ട് പോലും രാവിലെ എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കുട്ടികളുടെ ഫുഡും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രാത്രിയിലേക്കുള്ളത് വരെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇവൾ ഇവിടെ നിന്ന് പോവാനായിട്ട് നിന്നത് എന്ന് പറയാം കേട്ടോ. ഓ അത്രയ്ക്കൊക്കെ ഉദാര മനസ്കത കാണിച്ചോ നീ എന്ന് ചോദിക്കുകയാണ് മനു. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ പോവാന്നോർത്തിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ ആരും ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് അലീന പറയാട്ടോ. അപ്പം എന്നാൽ വേഗം പോയിട്ട് എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത്, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാട്ടോ. അപ്പോൾ അലീന പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അലീന പോയതിന് ശേഷം മുത്തശ്ശിയും മനു കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പോകുമ്പോഴാണ് മനു കളിയാക്കിയിട്ട് ഇതേ കണ്ണിൽ വീണ്ടും മഴവില്ലുണ്ട്, ഇനി ഇങ്ങനെ സങ്കടത്തിൻ്റെ മഴവില്ലൊന്നും വരരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് തമാശയാക്കുന്നത്. അങ്ങനെ അലീന പോയതിന് ശേഷം മനു മുത്തശ്ശിയോട് പറയുന്നുണ്ട് പാവാണ് മുത്തശ്ശി, അവൾ എത്ര സ്നേഹമുള്ളവളാണ്, എത്ര നന്മയുള്ളവളാണ് അവൾ, എന്നിട്ട് ആ പെങ്കൊച്ചിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആൻറ്റിക്ക് തോന്നിയല്ലോ, എന്തിനാണ് ഇത്രയും ക്രൂരത കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കാണ്ടോ. എൻ്റെ മോനെ ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ ഈ ലോകത്ത് എവിടെയും കിട്ടില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെയൊരു പെങ്കൊച്ചിനെ, എന്തൊരടക്കവും ഒതുക്കവും, അവളുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് നോക്കാനറിയാം, അവളെ സംരക്ഷിക്കാനും അവൾക്കറിയാം, എത്രയൊക്കെ പാവമായിരുന്നാലും അവളെ സംരക്ഷിക്കാൻ അവൾക്കറിയാം, അതിനൊക്കെയുള്ള ധൈര്യം അവൾക്ക് ഉണ്ട്. പക്ഷേ എന്നിട്ടും അവളോട് എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് മുത്തശ്ശി പറയാട്ടോ. എന്താണെങ്കിലും പാവാണ് മുത്തശ്ശി, അവൾ ഇത്തിരി സ്നേഹം കൊടുത്താൽ മതി, എന്തും സഹിച്ച് അവൾ അവിടെ നിന്നോളും, ഇവിടെ അവൾ പിടിച്ച് നിൽക്കുന്നത് തന്നെ മുത്തശ്ശി കൊടുക്കുന്ന സ്നേഹം കൊണ്ടാണ് എന്ന് പറയാട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടം മോനെ അവളെ, അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഇവിടെ പറഞ്ഞയക്കാൻ താല്പര്യപ്പെടാത്തത് എന്ന് പറയട്ടെ. ഏതോ നല്ല കുടുംബത്തിൽ ജനിക്കേണ്ട കൊച്ചായിരുന്നു, എനിക്ക് അവളെ വിട്ട് കളയാനും തോന്നുന്നില്ല. എൻ്റെ മോനെ മനു എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, കള്ളക്കിളവി, എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങൾ ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ട് അല്ലേ സൗദാമിനിയമ്മേ, എന്താണെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞോ പോരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല, നീ ഒന്ന് പോയേ, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം, നീ ഇപ്പോൾ വല്ലാണ്ട് ഉദ്ദേശിക്കാനൊക്കെ നിൽക്കണ്ട, അതിനൊക്കെ സമയമാവട്ടെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞാനെന്ത് ഉദ്ദേശിച്ചു എന്നാണ് മുത്തശ്ശി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, നിൻ്റെ മനസ്സെന്താണെന്നൊക്കെ എനിക്കറിയാവുന്ന പോലെ നിൻ്റെ മനസ്സ് മറ്റാർക്കെങ്കിലും അറിയുമെന്നൊക്കെ മുത്തശ്ശി കളിയാക്കാണ്. എന്തായാലും നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കുന്നു കേട്ടോ മനുവിനെ. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനും വൈജയന്തിയും കൂടി സംസാരിക്കുന്ന കേട്ടോ. അവളെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറ്റിയോ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. ആ മനു വീട്ടിലേക്ക് തന്നെ കയറ്റി അവളെ പറഞ്ഞു വയ്ക്കാൻ അവളെ പോകാൻ മനു അനുവദിച്ചില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നു, ഇനി എന്തിനാ പിന്നെ ഇത്രയ്ക്ക് പ്രശ്നങ്ങളായി, ഒക്കെ ശരി അവളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് സമ്മതിച്ചു, എന്നാലും അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഇനിയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് എന്തിനാണ് തിരിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കാട്ടോ. നിനക്ക് ഇത്രയ്ക്ക് മനസ്സാക്ഷിയില്ലേ വൈജയ്? ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകൊച്ചിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്? അതും വീട്ടിലെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു പെൺകൊച്ചിനെ നിനക്ക് തീരെ മനസ്സാക്ഷിയില്ലേ? ഒരു കുറ്റബോധവും തോന്നുന്നില്ലേ? ഇത്രയൊക്കെ നീ അവളോട് പറഞ്ഞിട്ടും ചെയ്തിട്ടൊന്നും ചോദിക്കട്ടോ. എനിക്കെന്തിനു കുറ്റബോധം തോന്നണം? ഞാൻ എന്തിനു പശ്ചാത്തപിക്കണം? എൻ്റെ ഭാഗത്ത് അത്ര തെറ്റൊന്നുമില്ല, കാരണം ഏതൊരു വീട്ടിലും ഉള്ള കാര്യം തന്നെയാണ് ഇത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കുക എന്നുള്ളത് അവരെ തന്നെ, കാരണം പുറത്തു നിന്ന് വന്നവർ അവരാണ്, അതുകൊണ്ട് അവർ സംശയിച്ചു പോകും, സ്വാഭാവികമാണ്. പക്ഷേ സാഹചര്യ തെളിവുകളും കേട്ട അറിവുകളൊക്കെ വെച്ചിട്ട് അവളുടെ സ്വഭാവത്തിൽ വന്ന ആ മാറ്റം, അതായത് ഹരിയുമായിട്ടുള്ള ഇഷ്യൂ, അതിലും സംശയിച്ചതിൽ യാതൊരു തെറ്റുമില്ല. കാരണം രോഹിത് പറഞ്ഞത് ബാലചന്ദ്രൻ തന്നെ കേട്ടതല്ലേ, അപ്പോൾ അതൊക്കെ വെച്ച് കേൾക്കുമ്പോൾ ആരാണെങ്കിലും സംശയിച്ചു പോയില്ലേ? ബാലചന്ദ്രനും ഒരു നിമിഷത്തേക്ക് അവളെ സംശയിച്ചില്ലേ എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, അതിലൊരു ക്ലാരിഫിക്കേഷൻ അവളുടെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്താണെങ്കിലും അതിന് തന്നെയാണ് സംശയം എന്ന് പറയുന്നത് എന്ന് പറയാണ് വൈജ. നിനക്ക് എന്താ വൈജ അവളോട് ഇത്രക്ക് ദേഷ്യം? നിൻ്റെ ശത്രു എങ്ങാനും ആണോ അവൾ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇതുവരെ എൻ്റെ ശത്രു ആയിട്ടില്ല, പക്ഷേ ഇനി അങ്ങോട്ട് ആയിക്കൂടാ എന്നില്ല, കാരണം ബാലചന്ദ്രൻ ഒരുപാട് അവളെ അങ്ങനെ തലയിൽ കയറ്റി വെക്കുന്നുണ്ട്, എനിക്കതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വെളുത്ത് സുന്ദരിയായ ഒരു പെണ്ണ് വീട്ടുവേലയ്ക്ക് നിൽക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല എന്നാണ് പൊതുവേ പറയുന്നത്. കുടുംബനാഥനെയും സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ വൈജയ് പറയുന്നത്? നീ എന്നെ ആ കൊച്ചിനെയും ചേർത്ത് ഇല്ല കഥ പറയാൻ തുടങ്ങുകയാണോ? അതാണോ ഇനി നിൻ്റെ സംശയം തുടങ്ങുന്നത്? അക്കാര്യത്തിലാണോ എന്ന് ചോദിക്കുകയാണ്. ഇതുവരെ എനിക്ക് സംശയമൊന്നുമില്ല, എന്തിനും ഏതിനും അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവളെ വിടാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത് കാണുമ്പോൾ ആരായാലും സംശയിച്ചു പോവില്ലെന്ന് വൈജയ് ചോദിക്കുകയാണ്. എൻ്റെ വൈജയ്
എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ അവൾക്ക്, എൻ്റെ മകളാവാനുള്ള പ്രായമേ ഉള്ളൂ. ഞാൻ എൻ്റെ മകളെ പോലെയാണ് കാണുന്നത്, അല്ലാതെ നീ എന്തൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മകളെപ്പോലെ എന്നൊക്കെ പറയും. അതാകുമ്പോൾ സൗകര്യമാണല്ലോ. എൻ്റെ മകളെപ്പോലെ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് നടന്നാൽ മതിയല്ലോ, ഒരു പ്രശ്നവും ഇല്ലല്ലോ, ആർക്കും സംശയം തോന്നത്തില്ലല്ലോ. എന്താണെങ്കിലും ഇത് എവിടം വരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒരിക്കലും നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ? അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതും പോലെ ഇനി അടുത്ത പ്രശ്നത്തിന് തിരി കൊളുത്തുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് കേട്ടോ വൈജ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ നേരെ കിച്ചണിലേക്കാണ് ചെല്ലുന്നത് കേട്ടോ. കിച്ചണിലേക്ക് ചെല്ലുമ്പം അലീന അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ വിജയിച്ചു എന്ന് വിചാരിക്കേണ്ട, നീ തിരിച്ചു കയറി എന്ന് കരുതിയിട്ട് നിന്നെ ഇവിടെ ഒരുപാട് നാളൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല എന്നൊക്കെ പറയാട്ടോ. വീണ്ടും അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു ഉദ്ദേശമില്ല, ഇവിടുന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടി, എനിക്ക് തൃപ്തിയായി, ഇനി അതിൽ കൂടുതലൊന്നും എന്തായാലും എനിക്ക് കിട്ടാനില്ല എന്ന് പറയട്ടോ. നീ എന്തുദ്ദേശത്തിലാണ് വീണ്ടും തിരിച്ചു കയറിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു കയറിയതല്ല, എന്നെ നിർബന്ധപൂർവ്വം തിരിച്ച് വിളിച്ചതാണ് സാറും മനുവേട്ടനെന്ന് പറയട്ടോ. മനുവേട്ടനോ? മനു എന്താണ് നിൻ്റെ ഏട്ടനായത്? എന്തധികാരത്തിലാണ് നീ മനുവേട്ടൻ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രായത്തിന് മൂത്തവരെ ചേട്ടൻ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത് എന്നൊക്കെ പറയട്ടോ. എന്താണെങ്കിലും നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും, നിന്നെ അധിക നാളൊന്നും ഇവിടെ വെച്ച് വാഴിക്കത്തില്ല എന്നൊക്കെ പറയുമ്പം മാഡം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് അലീന പറയണം. അതോടെ കേട്ടപ്പോൾ ദേഷ്യം കൂടുക കേട്ടോ വൈജ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ബാങ്കിൽ പോവാൻ സമയമായല്ലോ. അങ്ങനെ ഹോളിലേക്ക് വരുന്ന സമയത്ത് മനു മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മനുവിനോട് പറയുന്നുണ്ട്, നീയൊക്കെ കൂടി വീണ്ടും അവളെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറ്റിയല്ലേ? അവൾ ഇത്രയൊക്കെ അവൾ പ്രശ്നങ്ങളുണ്ടായത് അവൾ തെറ്റ് ചെയ്തിട്ടില്ല, ഓക്കെ, ഹരി എല്ലാം സമ്മതിച്ചു. പക്ഷേ ഹരിയെ എല്ലാവരുടെയും മുന്നിലും കൊണ്ടുവന്ന് നീ നാണം കെടുത്തില്ല, അതൊക്കെ അവനോട് പേഴ്സണലായിട്ട് സംസാരിച്ച് വിട്ടാൽ പോരായിരുന്നു ചോദിക്കുമ്പോൾ ആൻറ്റി എന്താ ഈ പറയുന്നത്? ആൻറ്റി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണോ? ആൻറ്റിക്ക് ഇതുവരെ മനസ്സിലായില്ല, ആ പെങ്കൊച്ച് ഒരു പാവം പെങ്കൊച്ചല്ലേ, അതൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും അവളെ എന്തിനാണ് ഇങ്ങനെയിട്ട് ദ്രോഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ. അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ അവൾ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അവളിവിടെ വന്നതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്, അതുകൊണ്ട് അവളെ പറഞ്ഞയക്കുന്നത് തന്നെയായിരുന്നില്ലേ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് ചോദിക്കട്ടോ മനു. എന്താണെങ്കിലും ഇനി യാതൊരു പ്രശ്നവും അവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല, അല്ലെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ആൻറ്റിയായിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കാഞ്ഞാൽ മതിയെന്ന് മനു പറയാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, ഇത് എവിടം വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ വൈജ അവിടെ നിന്ന് പോവാട്ടോ. പിന്നീട് ബാലചന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരികയാണ്. മനു നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലെങ്കിൽ എന്നാവാ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയണം. അലീന ഫുഡ് എടുത്തു എന്ന് പറയട്ടോ. അപ്പോൾ അലീന അതാ വരുന്നു എന്ന് പറയണം. അങ്ങനെ അലീന ഫുഡൊക്കെ എടുത്തു കൊടുക്കുക കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനും അതുപോലെ മനുവും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അലീന വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോള് കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല സാർ, ഞാൻ കഴിച്ചോളാം, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്തിനാ പിന്നത്തേക്ക് ആക്കുന്നത്? ഇനിയിപ്പോൾ മോള് മാത്രമല്ലേ കഴിക്കാനുള്ളൂ, അമ്മയ്ക്ക് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് മുത്തശ്ശിക്ക് ഞാൻ കൊടുത്തായിരുന്നു, നേരത്തെ തന്നെ കൊടുത്തായിരുന്നു എന്ന് പറയട്ടോ. എന്നാൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഫുഡ് എടുത്ത് കഴിക്കുമെന്ന് പറയണം. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇനി എന്തിനാ മാറ്റി വെക്കുന്നത്, ഇപ്പം കണ്ട് കഴിക്കാൻ പാടില്ല, എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഇനി എന്തിനാ സമയം വൈകുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അലീന ഒരു പ്ലേറ്റിലേക്ക് ഇഡലിയും അതുപോലെ ചമ്മന്തിയൊക്കെ എടുത്തിട്ട് നിന്നുകൊണ്ട് അവിടെ ഇങ്ങനെ കഴിക്കാട്ടോ, അവിടെ ഇരിക്കുന്നില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാ നിന്നുകൊണ്ട് കഴിക്കുന്നത്, ഇങ്ങോട്ടേക്ക് ഇരിക്കുമെന്ന് പറയട്ടോ. അയ്യോ വേണ്ട സാർ, ഞാനിവിടെ നിന്ന് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ഇരുന്ന് കഴിക്കുമെന്ന് നിർബന്ധിക്കുകയാണ്. അപ്പം മനുവും പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കുമെന്ന്. അങ്ങനെ അലീന മനസ്സോടെ അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുക കേട്ടോ. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോൾ ഇനി പഴയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട, ഇതുവരെ നടന്ന സംഭവങ്ങളൊന്നും ഇനി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, അതൊക്കെ കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട എന്ന് പറയണം. മനുവും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു ഭക്ഷണം വിളമ്പിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് അലീനയ്ക്ക്. അങ്ങനെ അലീന അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പം മനു ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നത് ബാലചന്ദ്രൻ നെടുങ്കണ്ണിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനുവിൻ്റെ മുഖത്ത് പ്രകാശം തിളക്കൊക്കെ ബാലചന്ദ്രൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് പരസ്പരം മറന്നിരിക്കുന്നത് പോലെ തോന്നിയിട്ട് ബാലചന്ദ്രൻ ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കട്ടെ. അപ്പോൾ മനു പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവൾക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ കുഴപ്പം, ഇവൾക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും വൈജ സമ്മതിക്കത്തില്ല. ഇപ്പോൾ പിന്നെ വൈജ ഇല്ലല്ലോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇവളിവിടെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നത് കൊണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, എനിക്ക് കഴിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാന്ന് പറയുമ്പോൾ മനുവും ബാലചന്ദ്രനും അവളെ സംശയത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ.
എന്താ നീ പറഞ്ഞത്? ഒന്നുമില്ല, ഞാനൊരു സെർവൻ്റ് ആണെന്ന് കരുതിയിട്ട് അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് സെർവൻസിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അത് അക്കാര്യം പറഞ്ഞത് കറക്റ്റാണെങ്കിലേ ഇന്നത്തെ കാലത്ത് വീട്ടുകാരെക്കാളും വിലയുള്ളത് സെർവൻസിന് തന്നെയെന്ന് മനുവും പറയാട്ടോ. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാട്ടോ സംസാരിച്ച് അങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ അതിന് ശേഷം ബാലചന്ദ്രൻ പോവാണ്. പിന്നീട് മനു യാത്ര പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. മനു പറയുന്നുണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, നിൻ്റെ ഫോൺ ഏതായാലും കംപ്ലൈൻ്റ് അല്ലേ, ഞാൻ മുത്തശ്ശിക്ക് മറ്റൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് അത് ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ നിന്നെ പഠിപ്പിക്കാം, അപ്പോൾ അതിൽ നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വോയിസ് കോൾ അയക്കാം, വോയിസ് കോൾ ചെയ്യാം, അതുപോലെ വീഡിയോ കോളൊക്കെ ചെയ്യാം, ഇടയ്ക്ക് അങ്ങനെയൊക്കെ വിളിക്കാം എന്നൊക്കെ പറയാണ്. ഇനി വരുമ്പോൾ ഞാൻ ഫോൺ കൊണ്ടുവരാമെന്ന് പറയാട്ടോ. അപ്പോൾ അലീന സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് യാത്ര പോകുമ്പോൾ ഒന്നും കൂടി തിരിഞ്ഞിട്ട് മറക്കരുത്, ഞാനുണ്ട് കൂടെ സപ്പോർട്ടായിട്ട്, എന്തിനും ഞാനുണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിക്കുക, എന്നെ വേണമെന്ന് പറയുമ്പോൾ അലീന സമ്മതിക്കാട്ടോ, ചെയ്യാമെന്ന് പറയാണ്. എന്നിട്ട് അവളെ നോക്കി ഒന്നും കൂടെ ഇനി മഴവില്ല് വരരുത് കേട്ടോ കണ്ണിൽ, ഇനി സന്തോഷത്തിൻ്റെ മഴവില്ല് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനു പോവാട്ടോ. വീണ്ടും പോകുന്ന സമയത്തൊക്കെ അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ മനു പോയതിന് ശേഷം കഥ കടിച്ചിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ്. പിന്നീട് കാണിക്കുന്നത് മനു കൊല്ലപ്പള്ളി വീട്ടിലെത്തുന്ന കേട്ടോ. അപ്പം മനുവിൻ്റെ കാറ് വരുന്നത് കണ്ടപ്പോൾ തന്നെ കമല ഡോറ് തുറന്ന് സിറ്റ് ഔട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്ന ഉടനെ തന്നെ മനുവിനെ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുകയാണ്. നീ എന്താണ് എൻ്റെ കൊച്ചിനെ അവിടെ കൊണ്ടുപോയി നാണം കെടുത്തി അവരുടെ മുന്നിലിട്ടിട്ട് നീ എന്തിനാണ് ആ ഒരു വയലക്കാരി പെണ്ണിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നത്? അവൻ എന്തെങ്കിലും കുസൃതി കാണിച്ചു, തമാശ കാണിച്ചതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു, അതിനാകെ നാണം കെട്ടുപോയില്ലേ, നീ എന്ത് ആണ് ഈ ചെയ്തത് എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക കേട്ടോ. അമ്മയുടെ മോൻ എന്താ ചെയ്തതെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ, അമ്മ അറിയാതെയല്ലേ ഈ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയണ്ട, എന്നെ വിളിച്ച് വൈജി എല്ലാം പറഞ്ഞു, അത്രയ്ക്ക് വലിയ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല, അവനൊരു കുസൃതി കാണിച്ചു, അത്രയേ ഉള്ളൂ, രോഹിത്തിൻ്റെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് ഒരു കുസൃതി കാണിച്ചു, അതിനെ അങ്ങനെ കണ്ടിട്ട് തള്ളിക്കളഞ്ഞാൽ പോരായിരുന്നോ, നീ എന്തിനാണ് അവളുടെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലൊക്കെ കൊണ്ടുപോയി അവനെ നാണം കെടുത്തി വിട്ടത് എന്ന് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് ഇതൊക്കെ വലിയ നിസ്സാര കാര്യമായിരിക്കും, ഒരു പാവം പെങ്കൊച്ചിൻ്റെ മാനം വെച്ചിട്ടാണ് അവൻ കളിച്ചത്, അത് അനുവദിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിനക്കെന്താ അവളോട് ഇത്ര സെൻറ്റിമെൻറ്റ്സ്, നിൻ്റെ ആരാ അവൾ, നിൻ്റെ ആരുമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആരുമല്ല, പക്ഷേ അവളെ എനിക്ക് നന്നായിട്ട് അറിയാം, അവളൊരു തെറ്റും ചെയ്യില്ല എന്നുള്ളത്, അവളെ അങ്ങനെ പറഞ്ഞയക്കാൻ പറ്റില്ല, മുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ചതാണ്, ഒരിക്കലും അവൾ വിട്ട് കളയരുതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ചതാണ് അവളെ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ നിന്നെ ഏൽപ്പിച്ചെന്ന്, എന്നാൽ നീ പോയി അവളെ കെട്ടടാ എന്ന് പറയാട്ടോ, അത്രയ്ക്ക് ദണ്ണുണ്ടെങ്കിൽ നീ പോയി കെട്ട അവളെ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ആലോചിച്ച് ചെയ്തോളാം എന്ന് പറയട്ടോ. അത് കൂടി കേട്ടപ്പോൾ കമലയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. നീ ആലോചിച്ച് ചെയ്തോളാന്നോ, നിൻ്റെ ജീവിതത്തിൽ നീയാണോ തീരുമാനം എടുക്കുന്നത്, പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാനല്ലാതെ മറ്റാരും തീരുമാനം എടുക്കാൻ, ഇവിടെ ഞാനും ശിവേട്ടനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ തീരുമാനങ്ങളൊന്നും നടക്കില്ല, ഞാനത് പറഞ്ഞപ്പോഴേക്കും അവനത് കെട്ടാനായിട്ട് നടക്കുന്നു, ഇങ്ങനെ വല്ല പൂതിയും വെച്ചോണ്ടാണ് നീ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോനെ മനു നീ അതിപ്പം തന്നെ നുള്ളിക്കളഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും നുള്ളിക്കളയാൻ പോകുന്നില്ല അമ്മേ, എന്താണെങ്കിലും അമ്മ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ചിന്തിക്കേണ്ട, ഞാനിപ്പോൾ പോയി കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല, അമ്മ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കുക, അമ്മയുടെ മോനെ ഒന്ന് മര്യാദ പഠിപ്പിക്കും, മര്യാദക്ക് നടക്കാൻ പറ, ഇനിയെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടണ്ടെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും മര്യാദക്ക് നടക്കാൻ പറ എന്ന് പറയാട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കമല. മനു പെട്ടെന്ന് അവിടെ നിന്ന് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയെയും അലീനയായിട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. എൻ്റെ മോളെ, മനു വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നീ പോയിട്ടുണ്ടാവില്ലേ, പിന്നെ നിന്നെ ഞാൻ എവിടെ പോയി അന്വേഷിക്കും, നീ പോയതിന് ശേഷമാണ് മനു വന്നിരുന്നെങ്കിലോ, ഈശ്വരനായിട്ട് കൊണ്ടുവന്നതാണ്, ആ സമയത്ത് തന്നെ മനുവിനെ എന്നൊക്കെ പറയാട്ടോ മുത്തശ്ശി ഞാൻ എന്തായാലും സ്നേഹനികേതനത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് തീരുമാനിച്ചത്, അവിടെയാണല്ലോ ഞാൻ വളർന്നത്, അവിടെ സ്നേഹനികേതനൊന്നും ഇല്ലെങ്കിലും അവിടുത്തെ സിസ്റ്റർമാർ എനിക്കൊരു ജോലി ശരിയാക്കി തരാം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് പോര് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോകാനാണ് തീരുമാനിച്ചത്, പക്ഷേ ഇവിടെ നിന്ന് പോകണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അത് എൻ്റെ വീടല്ലേ മുത്തശ്ശി, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മുത്തശ്ശി എന്നൊക്കെ പറയട്ടോ, അവരൊക്കെ ഉള്ള വീടല്ലേ, അതുകൊണ്ട് ഇവിടെ വിട്ടു പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. മോൾ എന്താ പറയുന്നത്, അമ്മ അച്ഛനെന്നോ? അതേ മുത്തശ്ശി, ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്, എനിക്ക് അമ്മയും അച്ഛനും സഹോദരങ്ങളും ഉണ്ടായ ഒരു ഫീലായിരുന്നു ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എന്ന് പറയട്ടോ. ഇടയ്ക്കിടയ്ക്ക് മോൾ പറയുന്നുണ്ട് ഇങ്ങനെ, മോൾക്ക് ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനുള്ള അവകാശമുണ്ടെന്നും അതുപോലെ
ഒക്കെ കാര്യങ്ങളൊക്കെ മോള് പറയുന്നുണ്ട്. എന്തൊക്കെയോ മോള് മറച്ചു വെക്കുന്നുണ്ട് മുത്തശ്ശിയോടും ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെയൊന്നും മറച്ചു വെക്കുന്നില്ല മുത്തശ്ശി, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു സമയമാകുമ്പോൾ ഞാൻ പറയാം എന്നൊക്കെ പറയാണ് അലീന. അങ്ങനെ എന്താണെങ്കിലും ഇപ്പോൾ എനിക്ക് സമാധാനമായി, മോൾ ഇവിടെ നിന്നല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു മുത്തശ്ശി, എൻ്റെ ഈ കേസ് ഇങ്ങനെയൊരു ഇഷ്യൂ തെളിഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യമായേനെ. പിന്നെ ഒരിക്കലും അത് തെളിയാനും പോകുന്നില്ലല്ലോ ഞാൻ പോയി കഴിഞ്ഞാൽ എന്ന് പറയാട്ടോ. അപ്പോൾ മനു ഉള്ളത് കൊണ്ടാണ്, മനുച്ചേട്ടൻ വന്നതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും തെളിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ അലീനയും സംസാരിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ.